എന്റെ വീട്ടിലും നിങ്ങളെ വീട്ടിലും ഒക്കെ ഹോമോഫോബിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇന്റോടെ ഞാൻ മാത്രമാണ് ഇതിനെ നോർമൽ ആയിട്ട് കാണുന്നത്. എന്റെ ഉമ്മനോടോ സിസ്റ്റേഴ്സിനോടോ ഇതിനെ കുറിച്ചൊന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അത് പിന്നെ വലിയ കച്ചറയാവും. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത് രോഗാണെന്നൊക്കെ പറയുന്ന ആളുകളുടെ വീട്ടിൽ ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും ജീവിക്കുക. ഇതൊരു തരം രോഗാണെന്ന് പറയുന്നവർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ആളുകളുടെ ബുള്ളിങ്ങും അവരുടെ കോർണറിങ്ങും വീട്ടിൽ നിന്നുള്ള എല്ലാ അവഗണനയും ഒക്കെ ക്ഷമിച്ചും സഹിച്ചിട്ടും ആരെങ്കിലും ഇങ്ങനെയായിട്ട് മാറോ? ഇത് രോഗമാണെങ്കിൽ എത്ര പൈസ ചെലവാക്കിയിട്ടും ആൾക്കാർ ഇതിന്ന് മുക്തി നേടി തിരിച്ചു വരൂലേ? ഇത് ജനിക്കുമ്പോഴുള്ള സെക്ഷുവാലിറ്റി ആയതുകൊണ്ടാണല്ലോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അത് നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനി കുട്ടികളുടെ കാര്യം ഇപ്പോഴും പേരൻസിനുള്ളതാണ്. ടി വിയിൽ എന്തെങ്കിലും ഇന്റിമേറ്റ് സീൻ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാഡിന്റെ പരസ്യം കാണിക്കുമ്പോൾ വരെ അവരുടെ കണ്ണു പൊത്തുകയും അല്ലെങ്കിൽ അത് എന്താന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവര് ഒരു പ്രായം എത്തുമ്പോൾ മനസ്സിലാവുന്ന, ആര് മനസ്സിലാക്കാൻ? ഇപ്പോഴേ കുട്ടികളെ പലതരം സെക്ഷുവാലിറ്റി ഉണ്ട്, ഹെട്രോ മാത്രമല്ല ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ വലുതാവുമ്പോഴും അവർക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ ഇരിക്കുള്ളൂ. അതായത് നമ്മുടെ നാട്ടിൽ പീഡോഫൈൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ടോക്സിക് റിലേഷൻഷിപ്പ് ഉള്ളവരുണ്ട്, റേപ്പ്, ഡൊമസ്റ്റിക് വയലൻസ്, ഇതൊന്നും ആളുകൾക്ക് പ്രശ്നമില്ല. ഒരാള് സെക്ഷുവാലിറ്റിയിൽ ജനിച്ച് അതേപോലെ ജീവിക്കാൻ എങ്ങനെയെങ്കിലും സ്ട്രഗിൾ ചെയ്യുമ്പോൾ അത് മാത്രം ആളുകൾക്ക് കോമൺ ആയിട്ട് നോർമൽ ആയിട്ട് കാണാൻ പറ്റില്ല. നമ്മൾ അനുഭവിക്കാത്ത ജീവിതം നമുക്ക് കെട്ടുകഥകളാണല്ലോ.